കാത്തിരിക്കാ. വേഗം കേക്ക് കട്ട് ചെയ്യ് ഗീതേ, പ്ലീസ്. ടേസ്റ്റ് പോവടി, ഒന്ന് വേഗം ആഡ്രി. അടുത്ത ബർത്ത്ഡേക്ക് മുമ്പെങ്കിലും ഒന്ന് കട്ട് ചെയ്യ്. എടി, നീ മര്യാദക്ക് കട്ട് ചെയ്യുന്നോ അതോ ഞാൻ കട്ട് ചെയ്യണോ? കട്ട് ചെയ്യാൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Geeta. Happy birthday to you. Happy birthday, Geeta. Wow, nice idea. So beautiful. Wow, nice gift for you. Thanks. Yes. കേക്ക് കട്ടിയടി, കട്ട് ചെയ്ത് കൊടുക്ക്. ഹലോ അണ്ണാ, ബർത്ത്ഡേ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗീത വരുന്നുണ്ട്. എന്താ അജയ്, എന്താ ബർത്ത്ഡേക്ക് വരാത്ത? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തു. പറ അജയ്, എന്താ വരാതിരുന്നെ? എന്താ ഞാൻ വരാത്തോണ്ട് നിന്റെ ബർത്ത്ഡേ പാർട്ടി നടന്നില്ലേ? വരേണ്ടവരൊക്കെ വന്നില്ലേ? വരേണ്ടവരോ? ഓ, ആര്യ വന്നതാണോ? അയ്യോ, അവൻ തന്ന ഗിഫ്റ്റ് ആയതൊന്ന് നോക്കിയേ. ഇതിലെന്തൊക്കെയോ കളിയുണ്ടല്ലോ. അണ്ണന്റെ പെണ്ണിനെ വീഴ്ത്താൻ അണ്ണന്റെ ഫോട്ടോ തന്നെ വെച്ച് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇവൻ അഭ്യാസിയാണെന്നാ. ഞാനും ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അജയ്. ആര്യ നമ്മളെ തമ്മിൽ അകറ്റാനാണെങ്കിൽ ഇങ്ങനൊരു ഗിഫ്റ്റ് തരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആര്യ വെറുതെ സംശയിക്കുക. അവന് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഹീസ് റിയലി എ നൈസ് ഗായ്. ബൈ. Yes, I'm really a nice guy. ബോസ്, എന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എന്താ ബോസ്, ഗീതയ്ക്ക് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ. എന്നോടായിരുന്നു ഇഷ്ടമെങ്കിൽ എന്റെ ഫോട്ടോ തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. നിന്റെ ഫോട്ടോ ആയാലും എന്റെ ഫോട്ടോ ആയാലും ലവർ ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. കേട്ട് പഠിക്കടാ. എന്തിനാ ബോസ് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ബോഡി ചീത്തയാവില്ലേ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് ഇഷ്ടപ്പെടുന്ന ബോഡിയായത്. വല്ല പാലോ ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കേ. മുടങ്ങാതെ വ്യായാമം ചെയ്യണേ. ബോസ്, എനിക്ക് ഗീത ഇഷ്ടം, ഗീതയ്ക്ക് ബോസിനെ ഇഷ്ടം. അതുകൊണ്ട് ബോസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ ഒതുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നണം. ഈ പ്രാവശ്യം ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടണം. വേറൊരുത്തരും അത് കിട്ടാൻ പാടില്ല. ടെൻഡർ ബോക്സിനടുത്ത് നമ്മുടെ രണ്ടാൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്തിനാണെന്ന് മനസ്സിലായോ? യെസ് സർ. എവനെങ്കിലും അതിൽ ടെൻഡർ ഇടാൻ ശ്രമിച്ചാൽ ആ കൈ വെട്ടിയേക്കാൻ സുബ്ബുവിനോട് പറഞ്ഞേരെ. എന്താണ് ഇവിടെ ഒരു മീറ്റിംഗ് പോലെ? എന്താ, പൈസ എന്തെങ്കിലും വേണോ? എന്താ, കോളേജ് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോടാ? അതെ അങ്കിൾ. ഓ, സുബു, സുബു, പിള്ളേർക്ക് എന്തോ പ്രശ്നമുണ്ട്, ചോദിക്കേ. അതിന്റെ കൂടെ ടെൻഡർ കാര്യം കൊണ്ട് നോക്കിക്കോ.
ആര് ജഗജില്ല അവൻ ഗീത വീഴ്ത്തി. ഏതായാലും ഗീത ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാ. രണ്ടു വഴിയല്ലേ തുറന്നു കിടക്കുന്നത്, ഒന്നടഞ്ഞാലും മറ്റൊന്നുണ്ടല്ലോ. ബുദ്ധിയുള്ളവൻ അങ്ങനെടാ. അളിയാ നീ റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ട്രാക്ക് മാറിയല്ലോടാ. ഇത് ആ ഷട്ടിൽ കോട്ടിലാവും. ഏത് ഒരു കോർക്കും 2 ബാറ്റും കേട്ടോ. ഞങ്ങളെ കൂടെ ഗവനിക്കണേ. എന്താടോ തനിക്കൊന്ന് വേറെ പണിയില്ലേ? ഇങ്ങനെ മാറി എന്ന് കമന്റ് അടിക്കാൻ നാണൂല്ലേ? പോടോ, ഔട്ട് ഔട്ട് ഔട്ട്. നീ വാഗീതേ ബോറന്മാര്. ഏ ഗീത ഫസ്റ്റ് ചെങ്ങിനിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു. ഹായ്. നീ ഒരു ചതിയനാ. നീ കാരണം ഈ കോളേജിൽ എല്ലാത്തിനും മുന്നേ ഞാൻ ചീപ്പായി പോയത്. നിനക്കറിയാമോ എന്റെ ജീവിതം എടുത്താ നീ നോട്ട് സ്പോട്ടിൽ ഒട്ടിച്ചിരിക്കുന്നത്. അവരെല്ലാവരും എന്നെ വെറും ഒരു വൃത്തിയേട്ടോളായിട്ടാ നോക്കി കാണുന്നത്. You are a maniac. ഭ്രാന്തൻ. എന്നെ എങ്ങനെയെങ്കിലും വശത്താക്കണമെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. That's your only ambition in life. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത്രയും നാൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ അജയെ പ്രേമിക്കുന്നു. അജയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. ഞങ്ങളുടെ റിയൽ ലവ് ആണെന്ന് പ്രൂവ് ചെയ്യിക്കും. ഞങ്ങൾക്കിടയിൽ വേറെ യാതൊരു പ്രോബ്ലം ഇല്ല. നീ മാത്രം ഇപ്പൊ ഞങ്ങളുടെ പ്രോബ്ലം. നീ ഇല്ലാതിരുന്നാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. ബിക്കോസ് ഐ ഹേറ്റ് യു. ഐ റിയലി ഹേറ്റ് യു. ഞാനല്ലേ നിന്റെ പ്രോബ്ലം? ഞാനില്ലെങ്കിൽ നീ ഒരുപാട് സന്തോഷിക്കുമല്ലേ? ഓക്കെ, ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരില്ല. എനിക്ക് സ്നേഹസമ്മാനങ്ങളായി കിട്ടിയ എൻ്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഈ ഹോസ്പിറ്റൽ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിനെ ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ് ദിസ് ഹോസ്പിറ്റൽ. ആര്യ.